KMCCയുടെ അതുപോലെ തന്നെ ടൈമിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം അസീസ് മാസ്റ്റർ ഇവിടെ പറഞ്ഞു. പിന്നെ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം MK അഷ്റഫുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഒന്ന്, നമ്മുടെ ഈ സ്കോളർഷിപ്പ് വിതരണമാണ്. അസീസ് മാസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് തലങ്ങളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മതരാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളെയും തയ്യാറാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ടൈമും KMCCയും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിതരണവും. ഇതിൻ്റെ 3ാം ടേമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ കാന്തപുരം നജീബ് കാന്തപുരം MLA തന്നെ ഇതിനെ നമ്മൾ ക്ഷണിച്ചത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സിവിൽ സർവീസ് അക്കാദമി നാദാപുരത്ത്, അതായത് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി, അതിൻ്റെ ഒരു സബ് സെൻറ്റർ നമുക്ക് നാദാപുരത്ത് കൊണ്ടുവരണം. നമുക്കും IAS കാരെയും OPS-കാരൊക്കെ നാദാപുരത്തു നിന്നും ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് നിങ്ങളോടൊക്കെ വലിയ സഹായ സഹകരണങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ KMCCയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ് KMCC. അപ്പോൾ KMCC നേരത്തെ നമ്മൾ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിന് നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും. നമ്മൾ വലിയ ഇഫ്താറോടുകൂടി 10,000-ങ്ങളെ പങ്കെടുപ്പിച്ച് പെരുമ്പറമ്പിൽ ലൂളി ഗ്രൗണ്ടിൽ അതിനെതിരെയുള്ള വലിയൊരു വിളംബരം നടത്തിയിരുന്നു. അതിനുശേഷം അതിൻ്റെ പിറകിലായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം SP ബൈജുസറൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നാദാപുരത്ത് നിന്ന് അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം അവിടെ നമ്മൾ 10,000-കണക്കിന് കോപ്പി പ്രിന്റ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് പോലീസിനെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ കൊടുത്തു. അപ്പം പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഡ്രഗ്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയും അതുപോലെ തന്നെ കുറച്ച് അധികം പേരെ നമുക്ക് റീ അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. പിന്നെ ഈ വരുന്ന 30-ാം തീയതി, അതാണ് നമ്മൾ ഇന്ന് 2ാമത്തെ അജണ്ട പ്രസ് മീറ്റിന്റെ. പിന്നെ ഈ ഓഗസ്റ്റ് 30-ന് നമ്മുടെ മണ്ഡലത്തിൽ 60 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക റിസർച്ച് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട്, ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു 60 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പയ്യോടിയിലെ അകലാപ്പുഴയിലെ അവിടെ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി നിർത്തി. അതുപോലെ തന്നെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും നാർക്കോട്ടിക്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും മറ്റും വലിയ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് ന്യൂസായിട്ട് തന്നെ പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായിട്ടുള്ള 2 സംഗതികളാണ്. ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലും മറ്റൊന്ന് സാമൂഹ്യ വിപത്തായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള KMCCയുടെ ഈ പോരാട്ടം. അതിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അത് വലിയ രീതിയിൽ നമ്മൾ കൊറോണയൊക്കെ നേരിട്ടതുപോലത്തുള്ള ഒരു പ്രവർത്തനം ഈ ഡ്രഗ്സിനെതിരായിട്ട് നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് KMCC അവിടെ പ്രഖ്യാപിച്ചിരുന്നു ഒട്ടനവധി പദ്ധതികൾ. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ലഹരിമുക്ത നാദാപുരം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇതുമായിട്ടാണ് KMCC മുന്നോട്ട് പോകുന്നത്. ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ചെറിയ ഒരു ഷോർട്ട് നോട്ട്